നമ്മുടെ മാന്ത്രിക സിനിമയ്ക്കകത്തെ മോഹൻലാല് ആ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഇത് ഫുള്ള് തടി വെച്ചിട്ടുള്ള കടകളും 2 നില തടിയുടെ ബിൽഡിങ്ങുകളും ഒക്കെ ആദ്യമായിട്ട് കാണുമോ. മറ്റേ പനയുടെ ഓലയാട്ടോ ഈ കാണുന്നത്. ഇതുപോലുള്ളൊരു ബോട്ടിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ വീടുകളിലൊക്കെ ഫ്രണ്ടിലെ പാക്കൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടയും തക്കാളിയും പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചായക്കടയാണ്. രാവിലെയുമായിട്ടൊക്കെ ചെറിയ കടികളും ചായയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമസ്കാരം, നമ്മുടെ ആൻഡമാനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ ലോങ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ബോട്ടിലോ മറ്റോ കയറിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഫോറസ്റ്റിന്റെ കോട്ടേഴ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. അപ്പോൾ ഇവിടെ താമസിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ മാമൻ ഇവിടെ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാമൻ്റെ കോട്ടേഴ്സ് ആയിരുന്നു ഇവിടെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. അപ്പോൾ ഇവിടുന്ന് റോഡിലോട്ട് പോകുന്ന വഴിയുണ്ടോ, അത് സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സീനിയർ സെക്കൻഡറി സ്കൂളാണ് കാണുന്നത്. ആ സ്കൂളിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്നതൊക്കെ ക്വാർട്ടേഴ്സാണ്. നമ്മുടെ ഈ അധ്യാപകർക്കൊക്കെ താമസിക്കാനും ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ താമസിക്കാനായിട്ടുള്ള ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ അച്ഛനും ഞാനും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും മാമിയൊക്കെ റെഡിയാകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ അതേ നമ്മൾ റോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ മാമൻ്റെ വണ്ടി വന്നു കേട്ടോ നമുക്ക് പോകാനായിട്ട്, ടിയാഗോ. അപ്പോൾ ആ വണ്ടിക്കകത്താണ് നമ്മൾ ഇന്ന് ലോങ് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതേ രാവിലത്തെ ബഗൽത്തലയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട് പാടാം. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൊതിഞ്ഞുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പാഴ്സൽ മേടിക്കുന്നത്. ഇവിടെ രാവിലെ പൂരിയുണ്ട്, പൊറോട്ട ഉണ്ട്. പൊറോട്ടയുടെ പരിപാടിയൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൂരിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചില്ലും കൂടിനകത്തെ എന്തൊക്കെയോ മധുരമുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന ചിപ്സാന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഈ കടയുടെ അകത്തോട്ടൊന്ന് ജസ്റ്റ് കയറി നോക്കാം. ബംഗാളീസിൻ്റെ കടയെന്ന് പറഞ്ഞിട്ടേ നല്ല വൃത്തിയുണ്ട് കേട്ടോ അകത്തോട്ട് കയറിയിട്ട്. എൻ്റെ ഇഡലിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതാ കേട്ടോ നമ്മുടെ കടയുടെ ഓണർ. നാം ക്യാ? തപ്പൻ മജന്ദാർ. ബംഗാൾ അല്ലേ? വെസ്റ്റ് ബംഗാളുകാരാണ് കേട്ടോ. പുള്ളിയുടെ ഹോട്ടലായത്. നമ്മളിപ്പോഴേ ബഗുൽത്തലയിൽ നിന്ന് ലോങ് ഐലൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഒരു നാഷണൽ ഹൈവേ ആട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് നാഷണൽ ഹൈവേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് NH4 ആട്ടോ. പോർട്ട് ബ്ലെയറിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ബസ്സാട്ടോ ഈ കിടക്കുന്നത്. വഴിയിൽ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇതിന് സ്പെയർ ആയിട്ടുള്ള ബസ്സിന് എപ്പോൾ വരാനാ? നമ്മുടെ നാട്ടിലെ പോലെ സ്ഥിരം ബസ്സൊന്നും ഇല്ലാത്ത നാടാ. അപ്പോൾ ആൾക്കാർക്കൊക്കെ സമയത്ത് ജോലിക്കൊക്കെ പോകാനായിട്ടുള്ളൊരു ബസ്സായിരിക്കും അത്. ഇവിടെ കൂടുതലായിട്ട് കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ടൗണൊന്നും ഇല്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ്. ഇവിടെ കൂടുതലായിട്ട് ഈ കവുങ്ങിന്റെ കൃഷിയാണുള്ളത്. അത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബഗുൽത്തല എന്ന് പറയുന്നത് മിഡിൽ ആൻഡമാൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇവിടെ രംഗത്ത്, ബഗുൽത്തല അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളെല്ലാം മിഡിൽ ആൻഡമാനിലുള്ളതാ. അപ്പൊ നമ്മളിപ്പോ പോകുന്ന ഈ റൂട്ടെന്ന് വെച്ചാൽ നോർത്തിലേക്കുള്ള റൂട്ടിലാണ് പോകുന്നത്. നോർത്തിലേക്കുള്ള റൂട്ടിൽ പോയി രംഗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഈ ലോങ് ഐലൻഡിലേക്ക് പോകുന്നത്. സൗത്ത് ആൻഡമാനായിട്ടുള്ള പോർട്ട് ബ്ലെയറിൽ നിന്ന് നോർത്തിലേക്കും അല്ലെങ്കിൽ മിഡിലേക്കും ഒക്കെ നമുക്ക് ബസ്, കാറ് അല്ലെങ്കിൽ ഷിപ്പിലും ഒക്കെ വരാൻ കേട്ടോ. ഷിപ്പിൽ വരണമെങ്കിൽ നോൺ ഐലൻഡേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് ചാർജ് കൂടുതലാണ്. ഇവിടുത്തെ ഐലൻഡേഴ്സിന് ആ ഒരു ഷിപ്പിൽ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ 150, 200 ആ ഒരു റേഞ്ചിൽ വരാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അതേ ലോങ് ഐലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട ഉണ്ടോ, ഇവിടെ ചായ, അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഈ സൈഡിലും ഉണ്ട് 2 കടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ്. ജെൻസിനും ഫീമെയിലിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ നേരെ ഐലൻഡിലേക്ക് പോകുന്നത്. അച്ഛൻ, അമ്മ, മാമൻ, മാമി എല്ലാവരും മുമ്പേ നടക്കുവാണേ. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ കണ്ടോ, ഈ പനയുടെ ഓലയൊക്കെ വെച്ചിട്ടാണ് ഈ ഹട്ടൊക്കെ പണിതിരിക്കുന്നത്. കണ്ടോ മേൽക്കൂരയൊക്കെ നോക്കിയേ, താഴെ മുളയും ഒക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. ഇത് കണ്ടോ കണ്ടലൊക്കെ കണ്ടോ, പുതിയതായിട്ട് വെച്ചിരിക്കുന്ന കണ്ടല മാംഗ്രോവ്സ്. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലേ വേലിയേറ്റം നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയേ ഇവിടെ കണ്ടോ അതെ, വെൽക്കം ടു മാംഗ്രോ ബെഞ്ച് വാക്ക് അല്ലേ. തടി നോക്കി പാലൊക്കെ കംപ്ലീറ്റ് തേക്ക് വെച്ചാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇത് കണ്ടതേ കണ്ടൽ കാടിനിടയിലൂടെ നടക്കാനായിട്ടുള്ള തേക്കിൻ്റെ തടിപ്പാലം. അടിപൊളിയല്ലേ. ഇവിടുത്തെ കോമഡിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തേക്ക് കൊണ്ടാണ് ഇവിടെ തീയിരിക്കുന്നത്. തീ കത്തിക്കാനായിട്ടൊക്കെ തേക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തുവാ അല്ലേ. ഇത് കണ്ടത് ചെറിയ ചെറിയ വള്ളങ്ങൾ കണ്ട്, ഇതൊക്കെ എനിക്ക് തന്നെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ്. ആങ്കർ കാര്യങ്ങളൊക്കെ അതിനകത്ത് തുരുമ്പിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നിലവിൽ ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. നല്ല വൈബല്ലേ. നമ്മുടെ മാന്ത്രിക സിനിമയ്ക്കകത്തെ മോഹൻലാൽ ആ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റൊക്കെ, അതുപോലെ ഇരിക്കുന്നല്ലേ. ഒത്തിരി ദൂരം ഉണ്ടോയെന്ന് അറിയത്തില്ല, നമ്മൾ കുറച്ചിങ്ങനെ നടന്നു കേട്ടോ. അപ്പോഴും ഈ ഒരു വാക്ക് വേ പിന്നെയും അങ്ങ് നീണ്ടു കിടക്കുക. എവിടം വരെ കാണുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം അല്ലേ. ഇവിടെയൊക്കെ കണ്ടോ ഇപ്പോഴേ വെള്ളമില്ലാതിരിക്കുന്നുണ്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേലിയേറ്റം സംഭവിക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കും. ഇപ്പോഴേ ഉണങ്ങി കിടക്കുക. നടന്നു പോകുന്ന വഴി ഇതെല്ലാം ഒടിഞ്ഞ് വീഴുമെന്ന് അറിയത്തില്ല. പിന്നെ തേക്കായതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്, പെട്ടെന്നൊന്നും ഒടിയത്തില്ലല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോഴേ അനാക്കൊണ്ടയൊക്കെ വന്ന് ആൾക്കാരെ പിടിച്ചോണ്ട് പോകത്തില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം. അല്ല അനാക്കൊണ്ടയോ പാമ്പോ എല്ലാം വരുമെന്നും അറിയത്തില്ല. ഇവിടെ ഞാനും വഴി അങ്ങോട്ട് നീണ്ട് കിടക്കുക കേട്ടോ. ഇവിടേക്ക് ഈ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. ഇത് പൊളിഞ്ഞ വെള്ളമാണ് കേട്ടോ, ഇതൊന്നും ഉപയോഗശൂന്യമായിട്ടുള്ള വെള്ളമാണ്. പിന്നെന്ന് വെച്ചാൽ വേലിയേറ്റം നടക്കുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് വെള്ളം നിറയും. വെള്ളം നിറച്ച് നല്ല രീതിയിൽ ഹൈറ്റിൽ വെള്ളം വരും. അപ്പോൾ ഇച്ചിലൂടെ നല്ലതായിരിക്കും നമുക്ക് ഈ ഒരു വാക്കയിലൂടെ നടക്കാനേ. അപ്പോൾ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിലേക്ക് കഴിഞ്ഞൊക്കെ വന്ന് ഈ ഒരു വാക്കയിലൊക്കെ കഴിഞ്ഞ് നടക്കാനായിട്ട് അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ അതെ കണ്ടലിൻ്റെയൊക്കെ വേര് പൊങ്ങി നിൽക്കുന്നുണ്ടോ. വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഇത് മൂടും. അപ്പോൾ നമ്മുടെ വാക്ക് വേ സ്റ്റോപ്പായെന്ന് തോന്നുന്നത്. ആ കാണുന്ന സ്ഥലം വരെ ഉള്ളെന്ന് തോന്നുന്നു. അവിടെ ഒരു ഹട്ട് കാണാവേ. ഇതെന്താ സംഭവം, ഇവരെ ബോർഡ് എഴുതി വെച്ചിട്ട് ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. നോക്കട്ടെ, ബിന്ദിക്കാടി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നത്. ഓരോരോ വെറൈറ്റി ആയിരിക്കും കേട്ടോ. ആ കണ്ടലിൻ്റെ ഓരോരോ വെറൈറ്റിയാണ് ഈ കാണുന്നത്. കണ്ട ഇലയുടെ വ്യത്യാസം കണ്ടോ, അത് വട്ടത്തിലല്ല, ഇതിച്ചിരി നീണ്ടു നിൽക്കുന്ന ടൈപ്പ് ഇലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടത് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലുള്ള വാക്ക് വേയിൽ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല അടിപൊളി ഒരു ഹട്ട്, മറ്റേ പനയുടെ ഓലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, ബാംബു എക്കോ ഹട്ട്, അടിപൊളി. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അതിനകത്ത്. കൊള്ളാല്ലേ ഈ ഒരു ബാംബു ഹട്ട് എന്ന് പറയുമ്പോൾ. ഇതിന് മുകളിൽ പനയാണ് കേട്ടോ, പനയുടെ ഓല വെച്ചിട്ടാണ് മേൽക്കൂര പണിതിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇത് നോക്കിയതേ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് 2 പട്ടി വരുന്നു കേട്ടോ. അമ്മമാർ ഉപദ്രവിക്കുമോ എന്നറിയത്തില്ല. ഇല്ലില്ല, പോയി 2 പട്ടി ഞാനും. അപ്പം അച്ഛനും അമ്മയൊക്കെ നേരെ ആ ഒരു ഭാഗത്തോട്ടായിരുന്നു പോയത്. അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് കയറിയത്. അപ്പോൾ ഈ ഒരു ഹട്ടിൽ നിന്ന് നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ട് ഈ ഒരു വാക്ക് വേ തീരുവാണേ. ഇതെന്തോ വേറൊരു ടൈപ്പ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് മുളയാണോ ചൂരലാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വാക്ക് വേ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന റോഡെന്ന് പറയുമ്പോൾ ആ റോഡിൽ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് വേയുടെ എൻ്റെ സ്ഥലം എത്തും.
അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു അടിപൊളി ഒരു ഹട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടേ. ഈ കാണുന്നൊരു ഹട്ടില്ലേ, ആൾക്കാരൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു. ആ ചെറിയ ചെറിയ പേപ്പർ ബാഗിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് കണ്ടൽ വെക്കാനായിട്ടോ അങ്ങനെ എന്തോ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹട്ടിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞങ്ങൾ ബഗുൽത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബംഗാളി ചേട്ടൻ്റെ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചാൽ. ഇനിയിപ്പോൾ അവിടെ ഒരു ഹട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹട്ടിലിരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം 9:30 ലോങ് ഐലൻഡിലേക്കുള്ള ബോട്ട് വരും. അപ്പോൾ ആ ബോട്ടിൽ കയറി നമ്മൾ ലോങ് ഐലൻഡിലേക്ക് പോകും. അപ്പോൾ ഇത് കണ്ടോ, കുറേ വള്ളങ്ങൾ ഇവിടെ കിടക്കുന്നു. നോക്കിയാൽ ഇവിടെയൊക്കെ ഏറ്റത്തിന് വേലിയേറ്റത്തിന് വെള്ളം നിറയുന്ന സമയത്ത് ഈ ബോട്ടും ഈ കാണുന്ന ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ വെള്ളത്തിന് മുകളിലാവും. അപ്പോഴാണ് ഈ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ മത്സ്യബന്ധനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുവരെ ഈ ബോട്ടും വെള്ളമൊക്കെ ഇങ്ങനെ തറയിൽ ഉറച്ചിരിക്കും. വെള്ളം കയറുന്ന സമയത്ത് ഈസി ആയിട്ട് അവർ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇത് നോക്കിയേ, ബിവെയർ ഓഫ് ക്രോക്കഡൈൽ, അതായത് ഇവിടെ മുതലുണ്ടെന്ന് പറഞ്ഞ് ഈ അടുത്ത കണ്ട് 2 പേരെ മുതല പിടിച്ചോണ്ട് പോയെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് നമ്മൾ ലോങ് ഐലൻഡിലേക്കുള്ള ബോട്ടിൽ കയറാൻ പോകട്ടോ. നമ്മൾ നേരത്തെ അവിടെ ഇരുന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചേ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, ഐലൻഡിലേക്ക് പോകുന്നത്. ഇതിൻ്റെ പേര് MLPM എന്നാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ പേര്. അതുപോലെ അമ്മയും അച്ഛനും മാമനും മാമയും എല്ലാവരും അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അകത്തോട്ട് പോകും. അപ്പോൾ ഇതുപോലുള്ളൊരു ബോട്ടിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ലോങ് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് ഈ ബോട്ട് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇതിനകത്ത് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടതേ, ഇതിൻ്റെ മുകളിൽ ബാൽക്കണി, നമുക്ക് അപ്പർ ഡെക്കിൽ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ 2 സൈഡിൽ സീറ്റുണ്ട്. അപ്പോൾ അമ്മയും മാമിയൊക്കെ നേരെ താഴെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരെ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴത്തെ സീറ്റിംഗ് ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ കറക്റ്റ് സീറ്റിംഗ് എന്ന് പറയുമ്പോൾ താഴെയാണ്. ഇത് കണ്ടതേ, ഈ ഒരു വഴി കഴിഞ്ഞ് നമുക്ക് താഴെ ഇരിക്കാൻ പറ്റില്ലേ. ഇതുണ്ട്, ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇരിക്കാം. ഇത് കണ്ടോ, ബെഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് എൻജിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ബോട്ടിലേക്കുള്ള ഡീസലൊക്കെയാണ് ഇതേ. പിന്നെ ഇതിനകത്ത് ഫാനുണ്ട്. പിന്നെ സൈഡിലെ കാഴ്ചകളാണിട്ട് വിൻഡോ ഉണ്ട്. വിൻഡോയിലൊക്കെ എന്തോ പെയിൻറ്റ് അഴുക്ക് പൊടിയൊക്കെ പിടിച്ചിരിക്കുക. മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളക്കാരാണ് കാണുന്നത്. അപ്പോൾ ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട് നമുക്ക് ബോട്ട് വിടാനായിട്ട്. 9 മണിക്ക് ബോട്ട് വിടത്തുള്ളൂ. ഇതുണ്ട്, നമുക്ക് ഇവിടെയും ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഐലൻഡിലുള്ള ആരുടെയോ ബൈക്കാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ കയറ്റിക്കൊണ്ട് പോവുക. ഐലൻഡിലേക്കുള്ള സാധനങ്ങളും അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുള്ള സാധനങ്ങളും ഒക്കെ ഈ ഒരു ബോട്ടിലാണ് കൊണ്ടുവരുന്നത്. രാവിലെ 9 മണിക്ക് ഈ ഒരു ബോട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തിരിച്ചിങ്ങോട്ടുള്ളത്. അങ്ങനെ ഡെയിലി 2 സർവീസ് മാത്രമാണ് ലോങ് ഐലൻഡിലേക്കുള്ളത്. അപ്പോൾ അതേ കൃത്യം 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ സീഡ് ആ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് നമുക്ക് യാത്ര വരുന്നത്. ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് 27 രൂപയാണ്. ഞങ്ങൾ 5 പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 135 രൂപയായി. അവിടെ ആ ഒരു സൈഡിൽ നിന്നാട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. അവിടെ ഒരു ഓപ്പൺ സീലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും മലകൾ കണ്ടോ, അടിപൊളിയല്ലേ. നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ പോകുന്ന ബോട്ടിലെ 2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രാൻസിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ പുള്ളിയുടെ ഗിറ്റാറൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ 2 വരി ഇങ്ങനെ പാടാവോന്ന് ചോദിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഗിറ്റാറൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ക്യാമറ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പുള്ളി കണ്ടത്.
Shivam Bhavani Saidam Namami Hara Hara Shambho Shambho Shivamadeva Shambho Shambho Hara Hara Shambho Shambho Shivamadeva Shambho Shambho Hara Hara Mahadev Jai Shri Shambho Om Namah Shivaya Nanda Brahmanath Prabhu Ki Jai. നമ്മളിപ്പോഴേ ഓപ്പൺ സീയിലോട്ട് കയറുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓപ്പൺ സീ കയറിയിട്ട് വേണം നമുക്ക് ഈ ലോങ് ഐലൻഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഓപ്പൺ സീയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കടലിന്റെ കളർ നോക്കിയേ, നല്ല പച്ചയും നീലയൊക്കെ ആയിട്ടുള്ള അടിപൊളി കളറല്ലേ. നമ്മൾ ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാണത്തില്ലേ ആ ഒരു കളറ്. നമ്മൾ ഏതാണ്ട് ഐലൻഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് ഐലൻഡ്. അപ്പൊ അവിടുത്തെ ജെട്ടിയിൽ ഇനി ബോട്ട് പിടിക്കണം. അപ്പോൾ 9 മണിക്ക് നമ്മൾ വിട്ടിട്ട് 10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങുവാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല, കുറേശ്ശെ ആൾക്കാരൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറ്റിയ ബൈക്കൊക്കെ ഇപ്പോൾ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത് പാട്ട് പാടിയ നമ്മുടെ ജർമ്മൻ ബ്രോയും കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോങ് ഐലൻഡിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടേ, ഇവിടുന്ന് നമുക്ക് പ്രത്യേകം ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാനും ജീപ്പും അതിനകത്തൊക്കെ നമുക്ക് ഈ ഒരു ഐലൻഡ് കറങ്ങി കാണാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതുണ്ട്, കുറേ പേരൊക്കെ വണ്ടിക്കകത്തൊക്കെ കയറി പോയിട്ടുണ്ട്. ഇത് പോർട്ട് ബ്ലെയറിൽ നിന്ന് വരുന്ന ബോട്ടാണ് കേട്ടോ. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഇനി നിംബൂതലയിൽ പോകും. നിംബൂതലയിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് 2 മണിക്ക് പോർട്ട് ബ്ലെയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ടിൽ വരാം, ബസ്സിൽ വരാം. പിന്നെ നമുക്ക് ഇവിടെ കാറുണ്ടെങ്കിൽ അതിലും വരാം. ഇതിൻ്റെ പേര് നോർത്ത് പാസേജ് അല്ലേ, നോർത്ത് പാസേജ് എന്ന് കണ്ട ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ലോങ് ഐലൻഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. വെൽക്കം ടു ഗ്രാമപഞ്ചായത്ത് ലോങ് ഐലൻഡ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഫോറസ്റ്റിൻ്റെ എന്തൊക്കെയോ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ നല്ല അടിപൊളി ഒരു ഹട്ട്. അപ്പോൾ നമ്മളങ്ങനെ ലോങ് ഐലൻഡിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ലോങ് ഐലൻഡിലെ ജെട്ടിയാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു മിനി ഷിപ്പ് എന്നൊക്കെ പറയാം. പോർട്ട് ബ്ലെയറിൽ നിന്ന് വന്ന ബോട്ടാണ്, നമ്മളിപ്പോൾ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുമ്പിലേക്ക് പോവാം. തപോവൻ 300 മീറ്റർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. തപോവൻ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ക്യാമ്പ് ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലോങ് ഐലൻഡ് റേഞ്ച് മിഡിൽ ആൻഡമാൻ ഡിവിഷൻ. അപ്പോൾ ഈ കാണിക്കുന്നുണ്ടോ തപോവാൻ 300 മീറ്റർ. തപോവാൻ എന്ന് പറയുമ്പോൾ എന്താ ഓൾഡ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ, ഗസ്റ്റ് ഹൗസ്. വർക്കിംഗ് ആണോ അവിടെ ഇപ്പോഴും? അല്ല ഇപ്പോഴും വർക്കിംഗ് ആണോ? ഇതെന്താ പോസ്റ്റ് ഓഫീസാ? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ഇവിടെ പിൻകോഡ് വന്നിട്ട് സബ് പോസ്റ്റ് ഓഫീസ് എന്ന് കാണിച്ചിരിക്കുന്നത് വേറെ ഉണ്ടോ ഇവിടെ രംഗത്ത് അല്ലേ? അപ്പോൾ ഈ 744203 എന്നാണ് ഇവിടുത്തെ പിൻകോഡ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ വലിയൊരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ കടലിൻ്റെ സൈഡിൽ നമ്മൾ നേരെ പോകുന്ന മറ്റേ ഇതിലല്ലേ തപോവൻ. ഓഫീസായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, റൂം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് പുതിയ ഗസ്റ്റ് ഹൗസും പുതിയ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു വരുമ്പോൾ അത് കാണാം. പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്നില്ലേ വെള്ളം. ഭയങ്കര ഒരു വലിയ മരമാണ്, അതിൻ്റെ വേരൊക്കെ നിൽക്കുന്ന. ഇവിടെ ഉണ്ടല്ലോ ഒരു മരം. തടിക്ക് ഗുണമുള്ള മരമല്ലാണോ? മാച്ചു. ആ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കുന്ന മരം. ടിപ്പോക്ക് അല്ലേ, ടിപ്പോക്ക്. അപ്പോൾ ഇത് ആ കാണുന്നതാണ് തപോവൻ. എത്ര മുറിയാണോ അവിടെ? അവിടെ 3 ബെഡ്റൂം അല്ലേ? 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് കാണാൻ. തപോവൻ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ലോങ് ഐലൻഡ് സ്ഥലപ്പേരല്ലേ, ലോങ് ഐലൻഡ്. ആ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓൾഡ് ഗസ്റ്റ് ഹൗസ് തപോവൻ. അപ്പോൾ ഈ കാണുന്ന ഗസ്റ്റ് ഹൗസിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. തപോവൻ. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. 1962 ഓപ്പൺ ചെയ്ത
റെസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ തിരക്കുള്ള സമയങ്ങളിൽ ഗസ്റ്റുകളൊക്കെ കൂടുതലൊക്കെ ഉള്ള ടൈമുകളിൽ അവിടുത്തെ പുതിയ ഗസ്റ്റ് ഹൗസിൽ ആൾ തികഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ആളുകളൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഓൾഡ് ഗസ്റ്റ് ഹൗസിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ അവിടുന്ന് കുറച്ചും കൊണ്ട് നടക്കണം കേട്ടോ. AC ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇരിക്കുന്നതൊക്കെ അതും വുഡനാണ് കേട്ടോ. തടിയുടെ ഭിത്തി കാര്യങ്ങളൊക്കെ തടിയുടെ കേട്ടോ. ഞാൻ കരുതി മറ്റേ ഇതിൻ്റെയൊക്കെ സിമെൻ്റൊക്കെ വെച്ചായിരിക്കും നിർമ്മിച്ചത്. പക്ഷേ തടിയാണ്. തടി വെച്ചിട്ടുള്ള ഒരു റെസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കിൽ എന്തോ ഉള്ളത് നോക്കിയാലോ. ബാക്കിൽ അവരുടെ കിച്ചണും അങ്ങനെയുള്ള പരിപാടി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്ക് സൈഡിലുള്ളത്. അപ്പോൾ ഇതാണ് റെസ്റ്റ് ഹൗസ്. റെസ്റ്റ് ഹൗസിൻ്റെ താഴേക്ക് കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സൺസെറ്റ് കാണാനായിട്ടുള്ള സെറ്റപ്പൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടേ. ഇതുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് എന്ന് കഴിയുമ്പോൾ അവിടെ സൺസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാട്ടിൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. ഇവിടെ കസേരയൊക്കെ കിടക്കുന്നുണ്ട്. ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എടുത്ത് നിവർത്തിയൊക്കെ ഇടും ഇവിടെ. അപ്പോൾ ഏതാണ്ട് ആ ഭാഗമൊക്കെ ആയിട്ട് വരും പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ അവിടെ ആയിരിക്കും സൺസെറ്റ് കാണുന്നത്. ഫോറസ്റ്റിൻ്റെ കോട്ടേഴ്സ് ആട്ടോ ഈ കാണാൻ. തടി വെച്ച് പണിതിരിക്കുന്നുണ്ടോ. കുറേ പട്ടിയുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയതേ എല്ലാവരും കിടക്കുന്ന നോക്കിയേ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചായക്കടയാണ്. രാവിലെ ആയിട്ടൊക്കെ ചെറിയ കടികളും ചായയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു BB യാർഡെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബോട്ട് ബിൽഡിംഗ് യാർഡ്. അപ്പോൾ ആ ബോട്ട് ബിൽഡിംഗ് യാർഡാണ് ഈ കാണുന്നത്. ലോങ് ഐലൻഡ് റേഞ്ച്, മിഡിൽ ആൻഡമാൻ ഡിവിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ആൻഡമാനിലെ ലോങ് ഐലൻഡിലുള്ള ഒരു പവർ സ്റ്റേഷൻ ആട്ടോ. ഡീസൽ പവർ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഇത് നോക്കിയാൽ തടി കൊണ്ട് നിർമ്മിച്ച കുറേ കടകൾ അപ്പുറത്തുണ്ട് ഇപ്പുറത്തും ഉണ്ട്. വേറെ കാള നിന്ന് കാർഡ്ബോർഡ് തന്നെ നോക്കിയേ. പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതുണ്ട് 2 നില തടിയുടെ ബിൽഡിങ്. ഇതൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇതുപോലെ തടി വെച്ചിട്ടുള്ള കടകളും അതായത് ഫുള്ള് തടി വെച്ചിട്ടുള്ള കടകളും 2 നില തടിയുടെ ബിൽഡിങ്ങുകളും ഒക്കെ ആദ്യമായിട്ട് കാണുക. ഇവിടെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇത് സ്കൂൾ ഗ്രൗണ്ടാണോ മാമ? ലോങ് ഐലൻഡിലെ സ്കൂൾ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ അല്ലേ ലോങ് ഐലൻഡിലെ? ലോങ് ഐലൻഡിലെ പോലീസ് സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് സ്കൂൾ ഗ്രൗണ്ട്. നല്ല അടിപൊളി ഒരു ഗ്രൗണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു ഗ്രൗണ്ടേ. നോക്കിയാൽ ഫുള്ള് പച്ച വിരിച്ച് നിൽക്കുന്നു. പച്ചപ്പും പിന്നെ അതിനകത്ത് ആട്, പശു, കാള മുതലായ ജീവികളൊക്കെ അതിനകത്ത് ഓടി നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മസ്ജിദ് ഇ അഖ്സ പള്ളി, അടിപൊളി. ചെറിയൊരു പള്ളി അല്ലേ? ലോങ് ഐലൻഡിലെ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത്. PWD ഓഫീസാണ് ഈ കാണുന്നത്. അവിടെ ബോർഡുണ്ടല്ലേ, FPWD, ആൻഡമാൻ പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ കാണുന്നത് ലോങ് ഐലൻഡിലെ പോലീസ് സ്റ്റേഷനാണേ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെന്ന് തോന്നില്ല. ഇവിടെ ചെറിയൊരു പോപ്പുലേഷനൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമല്ലേ. എന്താ പോലീസ് ഔട്ട് പോസ്റ്റ് ലോങ് ഐലൻഡ്. ഈ കാണുന്നത് ഈ ഒരു ലോങ് ഐലൻഡിലെ കഴുത കേട്ടോ. 3 കഴുത ഉണ്ടായിരുന്നു. അതിൽ 2 ചത്ത്. ഇനി ശേഷിക്കുന്ന ഇപ്പം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലോങ് ഐലൻഡിലുള്ള വീടുകളൊക്കെ ആയിട്ടാണ് ഈ കാണുന്നത്. മറ്റേ തകര ഷീറ്റും തടിയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ റോഡെന്ന് പറയുമ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡാണ്. ഇത് നോക്കിയാൽ കുറേ പടുകൂറ്റം മരങ്ങൾ, ഭയങ്കര വലിയ മരമാട്ടോ. ഇത് നോക്കിയാൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ വേറെ 2 മരം. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വീട്. ഇവിടുത്തെ വീടുകളൊക്കെ മൊത്തം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇഷ്ടയൊക്കെ കേട്ടോ, അല്ലെങ്കിൽ ബ്ലോക്കോ അതൊന്നും വെച്ചിട്ടല്ല കെട്ടിയിരിക്കുന്ന വീട്. കംപ്ലീറ്റ് ഈ തടിയും ഷീറ്റും പിന്നെ ഈ തകര ഷീറ്റൊക്കെയാണ് മുകളിലിട്ടിരിക്കുന്നത്. വേലിയൊക്കെ നോക്കിയേ. ഇത് കോഴിക്കോടായിരിക്കും ഈ കാണുന്ന. കരിവേലടിച്ച് വെച്ചിരിക്കുന്നത്.
ഈ ഒരു സ്ഥലത്ത് അമ്പലം കേട്ടോ, മുരുകനമ്പലമാണ് ഈ കാണുന്നത്. ഇതുണ്ടോ അവിടെ വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്നുണ്ടോ? ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ബിൽഡിങ്ങുകളാണ്. KP പഞ്ചു ട്രാൻസ്പോർട്ട് പിക്കപ്പ് കിടക്കുന്നു. പിന്നെ അത് ഇവിടെ കട കാണാം, സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മുട്ടയും തക്കാളിയും പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ വെച്ച് കണ്ടില്ല മുരുകൻ ക്ഷേത്രം. ആ മുരുകൻ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ അതിൻ്റെ വാതിക്ക് കാണുന്ന മരം കേട്ടോ, എന്തോ പേരാലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഒരു പടുകൂറ്റം മരമാണ്. ഇതിവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കമ്മ്യൂണിറ്റി ഹാളാണ് ഈ കാണുന്നത്. എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ നടത്തുന്നത് ഇവർ. ലോങ് ഐലൻഡിലെ പഞ്ചായത്ത് ഓഫീസാട്ടോ ഈ കാണുന്നത്. ഇതുണ്ടോ അതെ, ഇതാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്. അപ്പുറത്ത് കാണുന്നത് കമ്മ്യൂണിറ്റി ഹാള്. ഒരു മാവ് നിറച്ച് മാങ്ങ പിടിച്ച് കിടക്കുന്ന നോക്കിയേ. നിങ്ങൾക്ക് കാണോ ഈ മാവിനകത്ത് കംപ്ലീറ്റ് മാങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ? ഈ വീടുകളിലൊക്കെ ഫ്രണ്ടിലേ പാക്കൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന നോക്കിയേ. നമ്മളവിടുത്തെ പാക്ക് പോലൊന്നും അല്ല, നല്ല വണ്ണമുള്ള പാക്കാണ്. ഇത് കണ്ടേ, ഇതിവിടുത്തെ ഒരു ചെറിയ ജംഗ്ഷൻ ആട്ടോ ലോങ് ഐലൻഡിലെ. ഇതുണ്ടോ ഇവിടെ കുറേ കടകളും ഇതുണ്ടോ, അതേ കടയൊക്കെ ഉണ്ടോ. പിന്നെ വീടുകളൊക്കെ നോക്കിയേ, ചെറിയ ചെറിയ വീടുകൾ. ഈ ഷീറ്റിനകത്തൊക്കെയാണ് ഇവരുടെ വീടുകൾ. നല്ല ചൂടായിരിക്കും മിക്കവാറും ഇവിടെ താമസിക്കാനേ. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലായിരിക്കും, കടലായതുകൊണ്ട് നല്ല കാറ്റ് കിട്ടും. പക്ഷെ ഉച്ചക്കത്തെ രാവിലത്തേക്ക് അവസ്ഥയാണ് വളരെ പരിതാപകരം. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പാലം കാണാം ഇവിടെ. അപ്പോൾ ഈ ഒരു പാലം കണ്ടോ, ഇതിൻ്റെ അടിയിൽ കഴിഞ്ഞൊരു ചെറിയൊരു പൊഴി പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പൊഴിയെന്ന് നമ്മൾ പറയും, ഇവിടെ ഹിന്ദിയിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആർക്കറിയാം. പിന്നെ അവിടെ കടൽ തീരത്തൊരു പശു നിൽക്കുന്ന നോക്കിയാൽ, വെള്ള പശു. പശുവാണോ കാളയാട്ടോ, കാളയാ, പശുവല്ല, സോറി. ഈ ഒരു കലിങ്ങിക്കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ മുമ്പ് ആ ഭാഗത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു പ്ലൈവുഡ് കമ്പനി ഉണ്ടായിരുന്നു. ഒരു 10,200 ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനിയായിരുന്നു അത്. അതിപ്പോഴില്ല, അതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ പോയി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തടി കാര്യങ്ങളെല്ലാം ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞ് കടലിൽ കഴിഞ്ഞ് ഷിപ്പിലാണ് പോർട്ട് ബ്ലെയറിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. പോർട്ട് ബ്ലെയറിൽ നിന്ന് പിന്നെ തടി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിനകത്ത് ബോട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ വലിയ ഉരുളുകളായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ബോട്ട് കെട്ടി വലിച്ച് ആ കമ്പനിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിരുന്നു ആ കമ്പനിയിലെ പരിപാടികളൊക്കെ. അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ നല്ല അടിപൊളി ഒരു ബീച്ച് കേട്ടോ, വളരെ കാമായിട്ടുള്ളൊരു ബീച്ച്. സൈലന്റ് ആയിട്ട്, ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഈ ബീച്ച്. പൊതുവെ ഈ മിഡിൽ ആൻഡമാനിലും നോർത്ത് ആൻഡമാനിലും അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ല കേട്ടോ. അപ്പൊ ടൂറിസ്റ്റുകളെ കൂടുതലായിട്ടും സൗത്ത് ആൻഡമാൻ സൈഡിലാണ് എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ഒരു ഭാഗമൊക്കെ വളരെ സൈലന്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇവിടുത്തെ ചെറിയ രീതിയിൽ കളിക്കാനൊക്കെ ആയിട്ടുള്ള പാർക്ക് സെറ്റപ്പൊക്കെ ചേർന്ന് കേട്ടോ, ചിൽഡ്രൻസ് പ്ലേ പാർക്ക് എന്ന് പറയും. അധികം സംഭവമൊന്നുമില്ല, സ്ലൈഡ് പിന്നെ ഊഞ്ഞാല്. പിന്നെ ഇപ്പുറത്ത് നോക്കിയേ, ഐ ലവ് ലോങ് ഐലൻഡ് എന്ന് എഴുതിയിരിക്കുന്ന നോക്കിയേ, കുപ്പി കൊണ്ടാട്ടോ, അതെ പ്ലാസ്റ്റിക് കുപ്പി. ഇത് നോക്കിയേ, 2 ലിറ്ററിൻ്റെ കുപ്പിയില്ലേ, അതിനകത്ത് ഇതേ വെള്ള പെയിൻറ്റ്, ഇവിടെ ലവിന് ചുമര പെയിൻറ്റ്. എല്ലാത്തിൻ്റെ അടപ്പ് കൊണ്ടാണ് ഈ ഒരു ആരോ ഇട്ടിരിക്കുന്നത്. നോക്കിയേ, നീല വെള്ള പിന്നെ ചുമര പെയിൻറ്റ് ചെയ്തിരിക്കുക. നീല അടപ്പും വെള്ള അടപ്പും പിന്നെ നോർമലി ഉള്ളതാണ്. ഇതെന്തായാലും കൊള്ളാമല്ലേ സംഭവം. ഐ ലവ് ലോങ് ഐലൻഡ്. ഞാൻ അവിടുത്തെ ഒരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാണുന്നതാണ് സ്കൂൾ. ആ സ്കൂളിലെ പിള്ളേർ ലഞ്ച് ബ്രേക്കിന് കളിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. അത് കൊച്ചു കുട്ടികൾ എന്നൊക്കെ ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന് കളിക്കുന്ന നോക്കിയേ. ആ കാണുന്നതൊക്കെ ഐലൻഡാണ് കേട്ടോ, അവിടെ നിന്ന് താമസയോഗ്യമല്ല. ഇവിടെ കുറേ ഐലൻഡ് ഉണ്ട് ഇതുപോലെ നോക്കിയേ. ആ ഭാഗത്തൊക്കെ കാണുന്ന കുറേ ഐലൻഡ് ഉണ്ട്, അവിടെ നിന്ന് താമസയോഗ്യമല്ല. അങ്ങോട്ട് ഓപ്പൺ സീ ആട്ടോ, അതെ അത് കണ്ടതേ. ഇതിന് നേരെ ആ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഓപ്പൺ സീ ആണ്. നമ്മൾ പോർട്ട് ബ്ലെയറിലോട്ടൊക്കെ പോകണമെങ്കിൽ നേരെ അവിടെ ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ടാണ് പോർട്ട് ബ്ലെയറിലോട്ട് പോകുന്നത്. അപ്പൊ ഈ കാണുന്ന കേട്ടോ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിന്റെ അകത്തെ കാഴ്ചകൾ. അപ്പൊ നമ്മൾ മുൻകൂറായിട്ട് വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാനായിട്ടൊക്കെ പറ്റും. ഇവിടെ ടെന്റ് സ്റ്റേ ഉണ്ട്, അല്ലാതെ നോർമൽ ബിൽഡിംഗ് സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം AC റൂം കാര്യങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. കൃത്യം 2 മണിയായപ്പോഴത്തേക്കും ലോങ് ഐലൻഡിൽ നിന്ന് ബോട്ട് എടുത്തിരിക്കുക. അപ്പൊ ഈ ബോട്ടിൽ കയറി നേരെ രംഗത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് ബഗുൽത്തലയിൽ പോയി നാളെ തിരിച്ച് നാട്ടിലേക്കാണ് പോകുന്നത്.
അപ്പോൾ നമ്മുടെ ആൻഡമാൻ കാഴ്ചകളും ലോങ് ഐലൻഡിലെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു ആൻഡമാനിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.